ചിക്കൻ പീസ് ഇത്രയും ഉണ്ടാവും ഞാൻ എന്തായാലും കരുതിയില്ല കേട്ടോ. അപ്പോൾ എന്തായാലും അടിപൊളി. അപ്പോളേ ഇന്ന് നമ്മൾ കോഴിക്കോട് പാലക്കാട് ചെറിയൊരു യാത്രയിലായിരുന്നു. അപ്പോൾ നമ്മൾ അരീക്കോട് നല്ലതൊക്കെ കഴിഞ്ഞ് കുറച്ച് മുന്നോട്ട് നമ്മൾ കുണ്ടായത്തോടാന്ന് തോന്നുന്നു. നല്ല വിശപ്പുണ്ട്, ഉച്ച സമയമാണ്. അപ്പോൾ ഒരു കപ്പിത്താൻ ബിരിയാണി സെൻ്റർ എന്നൊക്കെ ബോർഡ് കണ്ട വിശന്ന് ഇറങ്ങി നോക്കിയാണ്. നെയ്ച്ചോറൊക്കെ ഉണ്ട് ബോർഡിൽ, കയറി കഴിക്കാൻ വെച്ചിട്ട് നെയ്ച്ചോറ് അടിക്കാൻ വെച്ചിട്ട് തന്നെ ഇറങ്ങി കേട്ടോ. ചെറിയൊരു ഹോട്ടൽ കേട്ടോ, ഒരു 3-4 മേശയൊക്കെ ഇട്ടത്. അപ്പോൾ നെയ്ച്ചോറുണ്ടോ ചോദിച്ചാൽ നെയ്ച്ചോറില്ല, എന്നത് എന്താ പറയുക ചിക്കൻ ബിരിയാണി മാത്രമേ ഉള്ളൂ എന്ന് പറഞ്ഞു. ബീഫ് ബിരിയാണി ഒക്കെ ഇനി കഴിഞ്ഞതാണോ തീർന്നാണോ, ഉച്ച സമയം 2 മണിയൊക്കെ ആയിട്ടുണ്ട്. അപ്പോൾ എന്തായാലും ഉള്ള ലഗോൺ ബിരിയാണി എടുത്തോളാൻ പറഞ്ഞു. പിന്നെ പൊരിച്ച ബിരിയാണി ഉണ്ടായിരുന്നു, അപ്പോൾ ലഗോൺ എടുത്തിട്ടുണ്ട്. വന്നപ്പോൾ നോക്കിയാട്ടെ ഒരു പ്ലേറ്റ് നിറയെ സാധനം. ഇപ്പോൾ നല്ല ക്വാണ്ടിറ്റി ഉണ്ട്, നിങ്ങൾക്ക് കണ്ടാൽ മനസ്സിലാവേണ്ട അറിയില്ല. എന്തായാലും ഒന്ന് കഴിച്ചു നോക്കട്ടെ. റൈസൊക്കെ കണ്ടിട്ട് വലിയ മോശമല്ല, നമ്മളൊരു ഓവർ സ്റ്റിക്ക് ഒന്നും അല്ലാത്ത. ആദ്യം എത്ര പീസ് ഉണ്ട് നോക്കട്ടെ, എന്നിട്ടല്ലേ ബാക്കി കാര്യം. ഒരു പീസ് 2 പീസ് എന്തായാലും ഉണ്ടാവേണ്ടതാണ്. 2 പീസ് ഉണ്ട് കേട്ടോ. പിന്നെ നമ്മളെ മസാല എനിക്ക് തോന്നുന്നു പച്ചയ്ക്ക് ദം ചെയ്തല്ലാന്ന് തോന്നുന്നു. ഉള്ളി ഇങ്ങനെ വേറിട്ട് നിൽക്കുന്നുണ്ടല്ലേ, അപ്പോൾ വേവിച്ചിട്ട് ദം ചെയ്തായിരിക്കും. എന്തായാലും കഴിച്ചു നോക്കിയിട്ട് ബാക്കി പറയാം. ഞാനിത് വീഡിയോ എടുക്കണമെന്ന് വിചാരിച്ചല്ലോ. പിന്നെ നമ്മൾ ഫുഡ് വ്ളോഗിങ് ചെയ്യുമ്പോൾ എന്തായാലും ക്യാമറ ഓൺ ആക്കിയല്ലോ ഫുഡ് കഴിക്കുമ്പോൾ, അത്രയേ ഉള്ളൂ. സംഭവം എന്തായാലും ഇഷ്ടപ്പെട്ടു കേട്ടോ. നല്ലൊരു ഫ്ലേവറൊക്കെ ഉള്ള, വലിയ ഹൈപ്പ് അങ്ങനെയൊന്നും പറയുന്നില്ല, നല്ലൊരു ബിരിയാണി. പിന്നെ ഈ ഒരു പീസ് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഞാൻ സാധാരണ നമ്മൾ വീഡിയോ ഒക്കെ എടുക്കാൻ പോകുമ്പോൾ ലെഗ് പീസ് വേണമെന്നൊക്കെ പറഞ്ഞിടിപ്പിക്കാറുണ്ട്. ഇത് സാധാരണ ഒന്നും പറഞ്ഞിട്ടില്ല, പക്ഷേ ഈ ഒരു പീസ് കിട്ടിയ ഭയങ്കര ഇഷ്ടമായി. നല്ലൊരു ടേസ്റ്റാണ് ഇങ്ങനത്തെ ഈ ഒരു പീസ്. ദം ബിരിയാണിയിൽ വരുമ്പോൾ നന്നായിട്ട് ഇങ്ങനെ ഒരു ബിസ്ക്കറ്റൊക്കെ പൊട്ടുന്ന പോലെ ഇങ്ങനെ പൊട്ടി വരുന്ന ഒരു ടൈപ്പ് പീസാണിത്. എന്തായാലും ആട്ടെ, അതൊക്കെ ഒന്ന് കൂട്ടി അങ്ങോട്ട് പിടിച്ച് ആ മസാല നല്ലൊരു ഫ്ലേവർ. പിന്നെ റൈസ് ഇങ്ങനെ അധികം ഓയിലി അല്ലാതെ ഒരു കുറച്ച് ഡ്രൈ ടൈപ്പ് റൈസ് കേട്ടോ. ആ രീതിയിലുള്ള ബിരിയാണി. ഓരോ സ്ഥലത്ത് ഓരോ രീതി, അത്രയേ ഉള്ളൂ. എന്തായാലും സാധനം എനിക്ക് ഇഷ്ടപ്പെട്ടു. അപ്പോൾ അങ്ങനെ കുറേ പേര് ഇങ്ങനെ ഇരുന്ന് കഴിക്കുന്നുണ്ട്. അപ്പോൾ അങ്ങനെ നോക്കിയപ്പോൾ എല്ലാവരും ഒരു ചെറിയ ചിക്കൻ 65 പോലത്തെ ഒരു സാധനം വാങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഞാൻ അതൊന്ന് കഴിച്ചു നോക്കാൻ വെച്ചാൽ അപ്പോഴാണ് നാരങ്ങയുടെ അച്ചാറുണ്ടായിരുന്നു, പിന്നെ തൈരും ഒക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ ആ ചിക്കൻ്റെ കാര്യം പറഞ്ഞപ്പോൾ ഞാൻ ഇവരോട് ചോദിച്ചാട്ടാ ചിക്കൻ അയ്യോ എന്ന് പറഞ്ഞു. ഇവർ പെട്ടെന്ന് അത്തേ അങ്ങോട്ട് പോയി. സംഭവം എന്താണെന്ന് വെച്ചാൽ ആ ചിക്കൻ ഫ്രീ ആണെന്ന് തോന്നുന്നു. ഒരു ചെറിയ കോപ്പ നിറയെ ചിക്കൻ, 5-8 പീസ് എന്തായാലും ഉണ്ട്. അപ്പോൾ ഇത് കണ്ടപ്പോൾ ഞാനിങ്ങനെ ആലോചിക്കും, നമ്മൾ കോഴിക്കോട് ടൗണിലൊക്കെ ചില ഹോട്ടലുകളുണ്ടല്ലോ ഇതേപോലെ ചെറിയൊരു പീസ് ചിക്കനും വെച്ചിട്ട് ഞങ്ങൾ ചിക്കൻ ഫ്രീ സർവ് ചെയ്യുന്നുണ്ട് എന്നൊക്കെ പറഞ്ഞിട്ട് ഭയങ്കരമായിട്ട് പബ്ലിസിറ്റി ആ രീതിയിൽ വരുന്നത്. ഇതൊക്കെ ഒരു ചെറിയ കോപ്പ നിറയെ അതേപോലെ ചിക്കനാണ് ഇവിടെ സെർവ് ചെയ്യുന്നത് കേട്ടോ. ഓരോ രീതികൾ എന്തായാലും കണ്ടല്ലേ. ഒരു 5-8 പീസ് എന്തായാലും ചെറിയ പീസ് കിട്ടും. എനിക്ക് തോന്നുന്നു ഇവിടെ ചിക്കൻ മറ്റേ ബ്രോയിലർ ഫ്രൈ ബിരിയാണി ഉണ്ട്, അതിൽ വരുന്ന പീസിൻ്റെ ചെറിയൊരു പാർട്സും എല്ലാം കൂടിയാണ് തോന്നുന്നത്. ഇതിൽ പാർട്സ് ഒന്നും ഇല്ല. എന്തായാലും ആ ഒരു പൊരിച്ചതും കൂടി വന്നപ്പോൾ ഈ ബിരിയാണി ഒന്നും കൂടി കളറായിട്ടോ. 2 പീസ് അടിപൊളിയല്ലേ സാധനം. അതെല്ലാം കൂടി അങ്ങോട്ട് പിന്നെ നല്ലൊരു ക്വാണ്ടിറ്റി ഒരു പ്ലേറ്റിൽ സാധനം ഉണ്ട് കേട്ടോ. ആദ്യം തന്നെ തന്നത്. അപ്പം ഇതിപ്പോൾ എന്താ സംഭവം, മൂപ്പര് ഇനി റൈസ് ഇനിയും വന്ന് വേണമെന്ന് ചോദിക്കുക. അതായത് അൺലിമിറ്റഡ് ആണ്. അപ്പോൾ അതും കൂടി ആയപ്പോൾ ഞാൻ സംഭവം അൺലിമിറ്റഡ് ബിരിയാണീൻ്റെ പ്രൈസ് ആണെങ്കിൽ വെറും 100 രൂപ. പിന്നെ 2 പീസ് ലഗോണ്, അതിൻ്റെ കൂടെ പൊരിച്ച 5-8 ചെറിയ പീസ് എല്ലാം കൂടെ ആയപ്പം നമുക്കൊരു സന്തോഷം തരുന്നൊരു ഫുഡ് കേട്ടോ. നല്ലൊരു ക്വാണ്ടിറ്റി. ഞാൻ അൺലിമിറ്റഡ് വീണ്ടും വാങ്ങിയിട്ടൊന്നുമില്ല, അത്രയും നല്ല ക്വാണ്ടിറ്റി ഇതിൽ എന്നെ സംബന്ധിച്ച് ഉണ്ട്. അപ്പോൾ എന്തായാലും നല്ലൊരു ഫുഡ്. ഇനി ഇവിടുന്ന് കഴിച്ചവരുണ്ടെങ്കിൽ, ഇപ്പം എനിക്കങ്ങനെ അറിയുന്ന ഭാഗമല്ല, കഴിച്ചവരുണ്ടെങ്കിൽ നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ചെയ്യുക. ഈ ചിക്കൻ പീസ് എനിക്ക് കൂടുതൽ നന്നായിട്ട് ഇഷ്ടപ്പെട്ടു കേട്ടോ. അപ്പോൾ ഈ ഭാഗത്ത് നല്ലോണം ഈ ഭാഗത്ത് കറക്റ്റ് അറിയുന്നവർ ഇതിനെപ്പറ്റിയുള്ള അഭിപ്രായങ്ങളൊക്കെ കമൻറ്റ് ചെയ്യണേ. കാരണം ഒരു 3-4 സീറ്റൊക്കെ ഉള്ളൂ. ഇനി നെയ്ച്ചോറൊക്കെ ദിവസം ഉണ്ടാവും. ഇനി ഇവിടെ ബോർഡ് കണ്ട് ഞാൻ ചോദിച്ചിട്ടൊന്നുമില്ല. അപ്പോൾ എന്തായാലും ഇത് 100 രൂപേൻ്റെ ബിരിയാണി കഴിച്ചു. സാധനം ഇഷ്ടപ്പെട്ട്. ആ നല്ലോണം നമ്മൾ കുണ്ടായത്തോടെ ആ വളവിൽ വരുന്ന കപ്പിത്താൻ ബിരിയാണി കേട്ടോ.